ക്രിസ്തുമസ് 2025 2025 ക്രിസ്മസ് രാവിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ഭൂമിയിൽ അവതരിച്ച യേശുവിൻ്റെ ജനനസ്മരണയുമായി ആത്മീയമായും ഭൗതികമായും കഴിഞ്ഞ 25 ദിവസമായി നാം ഒരുങ്ങുകയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ കുത്തൊഴുക്കിൽ ക്രിസ്തുമസ് കാഴ്ചകളും ക്രിസ്മസ് ചിന്തകളും പഞ്ഞമില്ലാത്ത കാലമായിരുന്നു കടന്നുപോയത്. യേശു പിറന്നു വീണ തീയതി കൃത്യം ഡിസംബർ 25 അല്ല എന്നും അത് ഒരു അനുമാന തീയതിയാണ് എന്നും നമുക്കറിയാം. ജനനവർഷം BC 2-നും 7-നും ഇടയിലുള്ള ഏതോ ഒരു വർഷത്തിലാണെന്ന് പണ്ഡിതമതം. റോമൻ രാജാവായിരുന്ന അഗസ്റ്റസ് സീസറിൻ്റെ കാലത്ത്, യൂദാരാജ്യഭരണം കയ്യാളിയിരുന്ന ഹെറോദോസിൻ്റെ കാലത്ത്, കാലത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു പ്രത്യേക നക്ഷത്രത്തെ ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അനുമാനമാണിത്. ക്രിസ്തുമസ് യേശുവിൻ്റെ ജനന ആഘോഷമാണെങ്കിലും പഴയ തലമുറകളുടെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട് രൂഢമൂലമായി കിടക്കുന്ന കുറേയേറെ ഓർമ്മകളുണ്ട്. ക്രിബ് നിർമ്മാണം, ക്രിസ്മസ് കാർഡുകൾ, ക്രിസ്മസ് ട്രീ, പാതിരാ കുർബാന തുടങ്ങിയ ഓർമ്മകൾ. എൻ്റെയൊക്കെ ഓർമ്മയുടെ ആദ്യ വർഷങ്ങളിൽ ഇലക്ട്രിസിറ്റി ഒന്നും വ്യാപകമല്ലാത്ത കാലത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പവലകളിൽ ആബാലവൃന്ദം ജനങ്ങളും ഒന്നിച്ചുകൂടി പനയോലയുടെയും വൈക്കോലിൻ്റെയും ഒക്കെ ഉപയോഗിച്ച് കാർഡ് ബോർഡിൽ ചിത്രം വരച്ച് നിരത്തി വയ്ക്കുന്ന ഒരു വലിയ ക്രിസ്മസ് കൂടുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മറിയവും ജോസഫും കുഞ്ഞുണ്ണിയും ആടുകളുമൊക്കെ വേഷം കെട്ടി ക്രിയേറ്റിവിറ്റി കാണിക്കുന്ന ക്രിസ്മസ് കൂടുകളും പ്രചാരത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഹൈടെക് വിദ്യകളൊന്നുമില്ലെങ്കിലും ഇല്ലി മുള വെട്ടിക്കീറി ഉണ്ടാക്കുന്ന വർണ്ണക്കടലാസ് ഒട്ടിച്ച് മണ്ണെണ്ണ വിളക്ക് വെച്ച് വലിയ മരങ്ങളുടെ ഉച്ചിയിൽ വലിച്ചു കെട്ടിത്തൂക്കുന്ന വലിയ ക്രിസ്മസ് നക്ഷത്രങ്ങളും കാണാമായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യം അറിയപ്പെടാൻ പ്രത്യക്ഷപ്പെടുമെന്ന് പറയപ്പെടുന്നതിനാൽ വീടുകളിൽ കെട്ടിത്തൂക്കുന്ന നക്ഷത്രം യേശുവിൻ്റെ സാന്നിധ്യത്തെ ലോകത്തോട് വിളിച്ചറിയിക്കുന്ന അടയാളങ്ങളാണ്. ഈ വർഷം ജർമ്മനിയിൽ എവിടെയോ ഉണ്ടാക്കിയ 45 മീറ്റർ ഉയരമുള്ള നക്ഷത്രം ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നുവെന്ന് വാർത്ത കണ്ടു. 10 മില്യൺ ആളുകളാണത്രേ അത് കാണാനെത്തിയത്. എൻ്റെ യുവത്വത്തിൽ AICUF സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് നാട്ടിലെ ക്ലബ്ബുകൾ സന്ദർശിച്ച് ഏറ്റവും നല്ല ക്ലബ്ബിന് പാതിരാ കുർബാന കഴിഞ്ഞ് സമ്മാനം കൊടുക്കുന്ന സംഭവം ഓർമ്മയിൽ വരുന്നു. സഭയിൽ ചേർന്ന ശേഷം അമ്പഴക്കാട് നോവിറ്റിയേറ്റിൽ വെച്ചും ധർമ്മരാജയിലെ മേജർ സെമിനാരിയിൽ വെച്ചും മാസങ്ങളുടെ പ്രയത്നം കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന സൗണ്ട് ആൻഡ് ലൈറ്റ് ക്രിസ്മസ് ഷോയ്ക്കു വേണ്ടിയുള്ള പ്രയത്നവും അച്ഛനായതിനു ശേഷം 15 വർഷത്തെ ഇടവവികാരിയായി ജോലി നോക്കിയ കാലത്ത് നടത്തിയ കരോൾ പരിപാടികളും ക്രിസ്മസ് ക്ലബ്ബുകളും പാതിരാ കുർബാനയും ക്രിസ്മസ് ട്രീ ആഘോഷങ്ങളുമൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സജീവമായ ഓർമ്മകളാണ്. ഒരിക്കലും പള്ളിയിൽ വരാത്തവർ പോലും പള്ളിയിൽ വരുന്ന ദിവസങ്ങളാണ് ക്രിസ്മസ് ദിനങ്ങൾ. ക്രിസ്തുമസിൻ്റെ ബാഹ്യമായ ആചാരങ്ങളാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ലോകത്തിലേക്ക് കടന്നു വരുന്ന ദൈവസങ്കല്പമാണ് ക്രിസ്തുമസ്. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസരിൽ ദാസനായിട്ട് അവൻ പിറന്നു വീണത്. ഫിലിപ്പി 2-6 അതായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. മനുഷ്യൻ്റെ രക്ഷയെ പ്രതി സ്വന്തം ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം മനുഷ്യനെ അത്രയേറെ സ്നേഹിച്ചു. ഇത് ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മനസ്സിലുദിച്ച പദ്ധതിയല്ല. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ പതനത്തിനോടൊപ്പം ഉടലെടുത്ത പദ്ധതിയാണിത്. അന്നു മുതൽ ഒരു ചരടിൽ കോർത്തിണക്കിയതുപോലെയുള്ള ചരിത്രത്തിൻ്റെ പരിസമാപ്തിയാണ് ക്രിസ്തുമസ്. അബ്രാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാക്കി കൊണ്ട് ദൈവം മുൻകൈയെടുത്ത തിരഞ്ഞെടുപ്പ്,
തുടർന്ന് 12 ഗോത്രങ്ങൾക്ക് ജന്മം കൊടുത്തു. ഈജിപ്തിലെ അടിമത്തം, മോശയുടെ നേതൃത്വത്തിൽ അവിടെ നിന്നുള്ള അത്ഭുതകരമായ മോചനം. മനുഷ്യവർഗത്തിന്റെ പാപമാകുന്ന അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന്റെ മുന്നാസ്വാദനമായിരുന്നു അത്. അവരുടെ യാത്രയിൽ അവരോടൊപ്പം ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്തത്. ആ ദൈവം അവർക്കു വേണ്ടി യുദ്ധം ചെയ്തു, സംരക്ഷണം നൽകി. യേശു സ്ഥാപിച്ച കുർബാനയുടെ മുന്നാസ്വാദനമായിരുന്നു അത്. യാത്രയ്ക്കൊടുവിൽ കാനാൻ ദേശം അവർക്ക് നൽകിയത് യേശു നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ മുന്നാസ്വാദനമാണ്. ദൈവത്തെ തെരഞ്ഞെടുത്തതിനു ശേഷമുള്ള 1000 വർഷം കഴിഞ്ഞ് ഇസ്രായേലിന് വേണ്ടി ഒരു രാജ്യം സ്ഥാപിക്കുകയും മഹാനായ ദാവീദിന്റെ പിൻഗാമിയായി യേശുവിനെ വാഗ്ദാനം ചെയ്തതും, പിന്നീട് സഞ്ചാരിയായ ദൈവത്തിന് വസിക്കാൻ ഒരു സ്ഥിരമായ ഒരു ആലയം നിർമ്മിക്കാൻ അനുവദിച്ചതും, പിന്നീട് തനിക്ക് വസിക്കാനുള്ള ദേവാലയത്തിലെ സക്രാരിയുടെ മുന്നാസ്വാദനമാണ്. അറിയപ്പെടുന്ന എല്ലാ ശത്രുരാജ്യങ്ങളെയും കീഴടക്കി ഒരു വലിയ രാജ്യം ദൈവം അവർക്ക് നൽകി. അധികാരഭ്രമത്തെയും അവിശ്വസ്തതയെയും അവരെ വീണ്ടും ദൈവത്തിൽ നിന്ന് അകറ്റി. അവരെ നേർവഴിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ പ്രവാചകന്മാരെയും ദൈവപുരുഷന്മാരെയും ഒന്നിനു പുറകെ ഒന്നായി ദൈവം ലോകത്തിലേക്ക് അയച്ചു. അധികാരഗർവിനാൽ അവർ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ശാപമെന്ന പോലെ ബാബിലോൺ, അസറിയ, പേർഷ്യ, ഗ്രീക്ക്, റോമൻ ആധിപത്യങ്ങൾക്ക് ദൈവം അവരെ വിട്ടുകൊടുത്തു. അനുതപിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ പൈശാചിക ശക്തികൾക്ക് അടിമപ്പെടുമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പാണിത്. പക്ഷേ പാപം വർദ്ധിക്കുന്നിടത്ത് ദൈവകൃപ അതിനുമേൽ വർഷിക്കപ്പെടും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം എന്ന വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് ദൈവം തൻ്റെ വാഗ്ദാന പ്രകാരം സ്വന്തം പുത്രനെ തന്നെ അവസാനം അവരുടെ രക്ഷയ്ക്കായി അയച്ചു. ആദത്തിന്റെ വീഴ്ച മുതൽ ഒരു ചരടിൽ കോർത്തിണക്കിയ ഒരു മാല പോലെ ചരിത്രകാലം മുതലുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ കേന്ദ്ര സംഭവമാണ് ക്രിസ്തുമസ്. അത് പ്രപഞ്ച സൃഷ്ടിക്കു മുമ്പുള്ള സാത്താന്റെ പതനവും അവൻ വഴിതെറ്റിച്ച മനുഷ്യന്റെ വീഴ്ചയുടെ നിമിഷം മുതൽ അബ്രാഹത്തിന്റെയും പൂർവ്വപിതാക്കന്മാരുടെയും തിരഞ്ഞെടുപ്പും, ന്യായാധിപന്മാരുടെ ചരിത്രവും രാജാക്കന്മാരുടെ ചരിത്രവും, വിപ്രവാസവും പുരോഹിത ഭരണത്തിലെ പാളിച്ചകളും ഒക്കെയുണ്ടായിട്ടും കാലത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് വന്ന ദൈവത്തിന്റെ സ്നേഹ പ്രകടനമാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങിവരുന്ന നിമിഷമാണിത്. മലാഖമാരുടെ സ്വർഗീയ ഗാനങ്ങൾ ഭൂമിയിൽ ആദ്യമായി മുഴങ്ങിക്കേട്ട അസുലഭ നിമിഷം. ഒരിക്കലും ആർക്കും കാണാനും സ്പർശിക്കാനും കഴിയാത്ത അപരമേയനായ ദൈവത്തെ മുഖാമുഖം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ച നിമിഷം. അബ്രഹാവും പ്രവാചകന്മാരും കാണാൻ കൊതിച്ചവന്റെ ജനനം. അവനെ കാണുവാനും ശ്രവിക്കുവാനും സ്പർശിക്കുവാനും ഭാഗ്യം ലഭിച്ച ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരും ശിമിയോനും അന്നായുമൊക്കെ എത്ര ഭാഗ്യമുള്ളവർ. അബ്രഹാം മുതൽ യേശുവിന്റെ ജനനം വരെ 20 വർഷമായിരുന്നു എന്നതാണ് കണക്ക്. അവൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയതിനു ശേഷം ഇപ്പോൾ വീണ്ടും ഒരു 2000 വർഷം കൂടി കടന്നു പോയിരിക്കുന്നു. ആ അസുലഭ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ദൈവസ്നേഹം അവിടെയും അവസാനിക്കുന്നില്ല. അപ്പത്തിന്റെ രൂപത്തിൽ അവൻ ഇന്നും എന്നും നമുക്കിടയിൽ വസിക്കാൻ തിരുമനസ്സായി. കൂടാതെ നമ്മുടെ ഹൃദയത്തിലും വന്നുവാഴാൻ അവൻ ആഗ്രഹിക്കുന്നു. മൂന്നാമതായി, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഇടയിൽ പ്രത്യേകമായി അവൻ വാഴുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി ലോകത്തിലേക്ക് വന്ന പ്രകാശമാണവൻ. ദൈവസ്നേഹം പ്രകാശമായ ലോകത്തിലേക്ക് കടന്നു വന്നുവെങ്കിലും
അന്ധകാരം അവനെ സ്വീകരിച്ചില്ല. അതിനും നമ്മുടെ കാലഘട്ടത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. വർഗീയ വിഷം തുപ്പുന്ന നിരവധി സംഭവങ്ങളാണ് ഇന്ത്യയിലും ലോകത്തിലുടനീളവും ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുമസ് കൊണ്ടാടിയതിന് മധ്യപ്രദേശിൽ ഒരു അന്ധയുവതി ആക്രമിക്കപ്പെട്ട വാർത്തയും, ഛത്തീസ്ഗഡിൽ ക്രിസ്തുമസ് ആഘോഷത്തിനെതിരെ പ്രഖ്യാപിക്കപ്പെട്ട ബന്ദും, ദില്ലിയിൽ കരോൾ ടീമിനെതിരെയുണ്ടായ ആക്രമണവും, ഉത്തർപ്രദേശിൽ ക്രിസ്തുമസ് പാപ്പാവേഷം വിൽപ്പന നടത്തിയവരെ ഭീഷണിപ്പെടുത്തിയതും, ക്രൈസ്തവരുടെ ഒരു പ്രവർത്തനവും ഹിന്ദുരാജ്യത്തിൽ ആവശ്യമില്ല എന്നുള്ള ആക്രോശങ്ങളുമൊക്കെ ഇന്ത്യയുടെ മതേതര ഭരണഘടനാ സ്വാതന്ത്ര്യത്തിന് മേലുള്ള പരസ്യ കടന്നുകയറ്റമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പാലക്കാട് രൂപതയിൽ പുതുശ്ശേരിയിൽ കുട്ടികൾ നടത്തിയ കരോളിനെതിരെയുണ്ടായ ആക്രമണവും ദൈവസ്നേഹത്തിനെതിരെയുള്ള ചരിത്രാതികാലം മുതലുള്ള പൈശാചിക ശക്തിയുടെ കളിവിളയാട്ടങ്ങളാണ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഈറ്റില്ലായ യൂറോപ്യൻ നാടുകളുടെ സ്ഥിതിയും ഇതിലും ശോചനീയമാണ്. നൂറ്റാണ്ടുകളായി സ്വതന്ത്രമായി നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ തീവ്രവാദ ഭീഷണിയിൽ തൂക്കിൻ തുമ്പിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ തേടിവന്ന ദൈവസ്നേഹത്തെ ക്രൂശിലേറ്റിയ ക്ഷുദ്രശക്തികളുടെ പിന്തുടർച്ചക്കാരിയും ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം പെയ്തിറങ്ങുവാൻ ഇടയാകട്ടെ എന്ന് ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം.